നിങ്ങളൊരു എയർടെൽ VI ജിയോ ഉപഭോക്താവാണെങ്കിൽ ഉടനെ ചെയ്യേണ്ട ചില റീചാർജ് പ്ലാനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ടെന്നാൽ അടുത്ത മാസത്തെ ആദ്യ വാരത്തിൽ അല്ലെങ്കിൽ ജനുവരി മുതൽ റീചാർജ് പ്ലാനുകളുടെ താരിഫ് വർധന ഈ കമ്പനികളിൽ വരികയാണ്. 10% മുതൽ 15% ഒക്കെയാണ് റീചാർജ് പ്ലാൻ ഉയരാൻ പോകുന്നത്. അതായത് 299 രൂപയുടെ ഒരു റീചാർജ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് 340 മുതൽ 350 രൂപ വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിപ്പോ ചെറിയ റീചാർജിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ വലിയ റീചാർജ് ചെയ്യുന്നവര് വലിയ തുക തന്നെ പ്രതിമാസം മുടക്കേണ്ടി വരും. ഇനി താരിഫ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വാലിഡിറ്റി കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അതായത് 28 ദിവസം പ്രതിമാസ വാലിഡിറ്റി കിട്ടുന്നത് ഇനി മുതൽ 24 ദിവസം മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ താരിഫ് വർധന കൊണ്ടുവരുന്നതെന്ന് ഈ കമ്പനികളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജിയോയും എയർടെലും ഒക്കെ ആണെങ്കിൽ അവർ നെറ്റ്വർക്ക് 5Gയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത് കൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താരിഫ് വർധന വരുന്നതിന് മുമ്പ് നമുക്ക് നിലവിലുള്ള റീചാർജ് പ്ലാനിൽ ഏറ്റവും ലാഭകരമായ റീചാർജ് പ്ലാന് ദീർഘകാല അടിസ്ഥാനത്തിൽ ഇപ്പോഴേ റീചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിൽ റീചാർജ് ചെയ്യാൻ സാധിക്കുന്ന നല്ല റീചാർജ് പ്ലാനുകളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ 3 കമ്പനികളുടെയും എല്ലാവർക്കും ലഭ്യമായ റെഗുലർ റീചാർജ് പ്ലാനുകളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ഓഫർ പാക്കുകളെ കുറിച്ച് സംസാരിക്കുന്നില്ല. ആദ്യം എയർടെലിന്റെ പറയാം. നിങ്ങൾ എയർടെലിന്റെ വാർഷിക റീചാർജ് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ 3599 രൂപ വില, വാലിഡിറ്റി 365 ദിവസം, 2 GB ഡെയിലി ഡാറ്റ, അൺലിമിറ്റഡ് 5G, അൺലിമിറ്റഡ് കോളുകൾ ലഭ്യമാണ്. ഇനി 1999 രൂപയുടെ ഒരു വാർഷിക പ്ലാൻ കൂടി എയർടെലിനുണ്ട്. ഇത് 365 ദിവസമാണ് വാലിഡിറ്റി, മൊത്തം ഡാറ്റ 24 GB, അൺലിമിറ്റഡ് കോളും നമുക്ക് ലഭ്യമാണ്. ഇപ്പോൾ വീട്ടിലും ജോലി സ്ഥലത്തുമൊക്കെ വൈഫൈ ഉള്ളവർക്ക് അധികം ഡാറ്റ ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കുള്ള റീചാർജ് പ്ലാനാണിത്. ഇനി വാർഷിക പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കാത്തവർക്കുള്ളൊരു റീചാർജ് പ്ലാനാണിത്. 84 ദിവസം വാലിഡിറ്റി, 979 രൂപയാണ് വില വരുന്നത്. 2 GB ദിവസേന ഡാറ്റയും അൺലിമിറ്റഡ് 5Gയും അൺലിമിറ്റഡ് കോളും ലഭ്യമാണ്. ഇനി അൺലിമിറ്റഡ് 5G വേണ്ടാത്തവർക്ക് 859 രൂപയ്ക്ക് 84 ദിവസം വാലിഡിറ്റി, 1.5 GB ദിവസേന ഡാറ്റ, അൺലിമിറ്റഡ് കോളും ഇതിൽ ലഭ്യമാണ്. അതേ 859 രൂപയ്ക്ക് തന്നെ 84 ദിവസം വാലിഡിറ്റിയിൽ 2 GB ദിവസേന ഡാറ്റയും അൺലിമിറ്റഡ് 5Gയും അൺലിമിറ്റഡ് കോളും ലഭ്യമാണ്. ഇത്തരം ഓഫർ പാക്കുകൾ ഇനി ഞാൻ തുടർന്ന് സംസാരിക്കുന്നില്ല. കാരണം ഓഫർ പാക്കുകൾ എല്ലാവർക്കും ലഭ്യമല്ല. ഇതൊരു ഉദാഹരണത്തിന് കാണിച്ചു തന്നു എന്ന് മാത്രം. ഇനി ഡെയിലി ഡാറ്റ ആവശ്യമില്ലാത്തവർക്ക് 509 രൂപ വില, 84 ദിവസം വാലിഡിറ്റി, 6 GB മൊത്തം ഡാറ്റ, അൺലിമിറ്റഡ് കോളുകൾ. ഇനി ജിയോ ഉപഭോക്താക്കൾക്കുള്ള വാർഷിക പ്ലാൻ പറയാം. 3599 രൂപയാണ് വില വരുന്നത്. 365 ദിവസം വാലിഡിറ്റി, ഡെയിലി 2.5 GB, അൺലിമിറ്റഡ് 5G, അൺലിമിറ്റഡ് കോളുകൾ. ഇനി ഡാറ്റ ആവശ്യമില്ലാത്തവർക്കുള്ള റീചാർജ് പ്ലാൻ 1899 രൂപ, വാലിഡിറ്റി പ്രത്യേകം ശ്രദ്ധിക്കുക, 336 ദിവസമേ ഉള്ളൂ, 24 GB മൊത്തം ഡാറ്റ, അൺലിമിറ്റഡ് കോളുകൾ. വാർഷിക പ്ലാൻ വേണ്ടാത്തവർക്ക് 859 രൂപ, 84 ദിവസം വാലിഡിറ്റി, ഡെയിലി 2 GB, അൺലിമിറ്റഡ് 5G, അൺലിമിറ്റഡ് കോളുകൾ. അൺലിമിറ്റഡ് 5G ആവശ്യമില്ലാത്തവർക്ക് 799 രൂപ വില, 84 ദിവസം വാലിഡിറ്റി, 1.5 GB ദിവസേന ഡാറ്റ, അൺലിമിറ്റഡ് കോളുകൾ. ഡെയിലി ഡാറ്റ ആവശ്യമില്ലാത്തവർക്ക് 479 രൂപ, 84 ദിവസം വാലിഡിറ്റി, 6 GB മൊത്തം ഡാറ്റ, അൺലിമിറ്റഡ് കോളുകൾ. ഇനി VIയുടെ റീചാർജ് പ്ലാനുകൾ പറഞ്ഞു തരാം. VIയുടെ വാർഷിക പ്ലാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ വിവരണങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇപ്പോഴും കമ്പനി അടച്ചുപൂട്ടൽ ഭീഷണിയിൽ തന്നെ ആയതുകൊണ്ട് വാർഷിക പ്ലാൻ ചെയ്യുന്നത് നല്ല തീരുമാനമല്ല. 84 ദിവസത്തെ പ്ലാനുകളുടെ വിവരണങ്ങൾ പറഞ്ഞു തരാം. 979 രൂപയ്ക്ക് 84 ദിവസം വാലിഡിറ്റി, 2 GB ദിവസേന ഡാറ്റ, അൺലിമിറ്റഡ് കോളും രാത്രി 12 മുതൽ 6 മണി വരെ സൗജന്യ ഡാറ്റയും ലഭ്യമാണ്. ഇനി 859 രൂപയുടെ ഒരു റീചാർജ് പ്ലാൻ കൂടിയുണ്ട്. 84 ദിവസം വാലിഡിറ്റി, 1.5 GB ദിവസേന ഡാറ്റ, രാത്രി 12 മുതൽ 6 വരെ സൗജന്യ ഡാറ്റ, അൺലിമിറ്റഡ് കോളുകൾ. ഡെയിലി ഡാറ്റ ആവശ്യമില്ലാത്തവർക്ക് 509 രൂപ, 84 ദിവസം വാലിഡിറ്റി, മൊത്തം ഡാറ്റ 6 GB, അൺലിമിറ്റഡ് കോളുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.